സോ ഹായ് ഓൾ, ഇറ്റ്സ് മീ മുഹമ്മദ് നജീം നാസർ അഗൈൻ. അപ്പോൾ നമ്മളെ ചാറ്റ് വിത്ത് TSPയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളിയാഴ്ച മാറ്റി ഞാനത് മുമ്പേ കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശനിയാഴ്ച ആയിരിക്കും കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധ്യതയെന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ വലിയ സന്തോഷവും കാര്യങ്ങളും ഇല്ലാത്ത വേറൊന്നും കൊണ്ടല്ല, എനിക്ക് പേഴ്സണലി വളരെ 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 വിഷമം ഉണ്ടായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത്. കാര്യം, ഞാൻ ഇന്നലെ ടെലഗ്രാമിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എത്ര ആൾക്കാർ ട്രേഡ് എടുത്തു, അതിനകത്ത് എത്ര ആൾക്കാർക്ക് പ്രോഫിറ്റ് കിട്ടി, എത്ര ആൾക്കാർക്ക് നല്ല ലാഭം വന്നു, നല്ല നഷ്ടം വന്നു, ഇതൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ ട്രേഡ് എടുത്ത കാര്യം ചോദിച്ചപ്പോൾ ഒരുവിധ 60% ആൾക്കാരും ട്രേഡ് എടുത്തു, 62% ആൾക്കാരോളം ട്രേഡ് എടുത്തു. അതുപോലെ പ്രോഫിറ്റ് 50% ആൾക്കാർക്കും വന്നു. ലോസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർക്ക് വന്നു, ഹെവി ലോസ് ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് വന്നു. പക്ഷേ പേഴ്സണലി ഞാൻ ആ ഒരു പോൾ ഇടാനുള്ള മെയിൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചു. അവർക്കെല്ലാം നല്ല ലോസാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ വീഡിയോസ് കണ്ടുവരുന്ന ആൾക്കാരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വ്യാഴാഴ്ച ദിവസം നിങ്ങളുടെ അടുത്തൊക്കെ എന്താ പറഞ്ഞത്? ഞാൻ എടുത്തെടുത്ത് എനിക്ക് ത്രോട്ട് പെയിൻ ആയതുകൊണ്ടാണ് കേട്ടോ, തൊണ്ട സോറി. അപ്പോൾ വ്യാഴാഴ്ചത്തെ ദിവസം നമ്മളെല്ലാവരും നല്ല പ്രോഫിറ്റ്, ആ വീക്കിൽ എല്ലാ ദിവസവും നല്ല പ്രോഫിറ്റ് എടുത്തു. ഞാനപ്പോൾ പറഞ്ഞു, അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതെന്താ മാജിക് ആണോ, നമ്മൾ പറയുന്ന പോയിൻ്റ് എല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്നു, അല്ലെ അതുപോലെ കാര്യങ്ങൾ നടക്കുന്നു, ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നു. അപ്പോൾ എപ്പോഴും ടെക്നിക്കൽ അനാലിസിസ് 100% അങ്ങ് വർക്കാകും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ വ്യാഴാഴ്ച ദിവസം അത് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാര്യം, ഞാൻ സാധാരണ ഇതെൻ്റെ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം. എന്നാലും ഇപ്പോൾ ഞാൻ പൊതുവെ എങ്ങനെ ഒരു സംഭവം വന്നിട്ട് പറയാം, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു സംഭവം ചെയ്ത് പ്രോഫിറ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മളെ ട്രാപ്പ് ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇത് വെച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ 50, 100, 1000 തവണ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, പറ്റുന്നവർ മാക്സിമം വെള്ളിയാഴ്ച ദിവസത്തെ ട്രേഡ് അങ്ങ് ഒഴിവാക്കുക. നിങ്ങൾ നല്ല പ്രോഫിറ്റ് എടുത്തവരുണ്ടെങ്കിൽ നല്ല കാര്യം, സന്തോഷം. അല്ലാതെ നഷ്ടപ്പെട്ടവരടുത്ത് ഞാൻ പറയുകയാണ്. കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യാഴാഴ്ച അവിടെ തീരുമ്പം എന്തായാലും വീക്കിൽ നമ്മൾ പ്രോഫിറ്റാണ്. കൂടാതെ എനിക്ക് വേറെ ക്ലൂ ഒന്നുമില്ല. ഞാൻ വ്യാഴാഴ്ച ദിവസം നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്താണ്, എനിക്ക് ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് ഒന്നും പറയില്ല. കാര്യം, നമ്മളൊരു ക്ലൂലെസ് ആയിട്ട് നിൽക്കുകയാണ്. എങ്ങനെ, എന്താ, ഏത് പോയിന്റ് നിങ്ങൾക്ക് റെസ്പെക്റ്റ് ചെയ്യും, ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എൻ്റെ ഒരു വ്യൂ പ്രകാരം ചിലപ്പം വെള്ളിയാഴ്ച ദിവസം ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കാം. ഒരു ഹ്യൂജ് അപ്സൈഡോ ഡൗൺ സൈഡോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഏതായാലും ഞാൻ വെള്ളിയാഴ്ച ട്രേഡ് ചെയ്യില്ല. കാര്യം, എനിക്കൊരു കറക്റ്റ് ഒരു ക്ലാരിറ്റി ഇല്ല, എന്തായിരിക്കും ഏതായിരിക്കും എന്ന് എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ച ട്രേഡ് ചെയ്യില്ല. നിങ്ങളും മാക്സിമം വെള്ളിയാഴ്ച ദിവസത്തെ ട്രേഡ് ഒഴിവാക്കണം എന്ന് ഞാൻ ഒരു 1000 തവണ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞതാണ്. അല്ലേ, നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്, ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ ഈ നഷ്ടം വന്നവരുടെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത്. കാര്യം, ഈ നഷ്ടം വന്ന് എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും അതിന് മുമ്പുള്ള 4 ദിവസം പ്രോഫിറ്റ് ആയിരുന്നു. ഈ 4 ദിവസത്തെ പ്രോഫിറ്റും അവരാദ്യം ഒരു ലോസ്, വെള്ളിയാഴ്ച ദിവസം ഇന്നലെ ദിവസം വന്ന് വീണ്ടും റിവെഞ്ച് ട്രേഡ് ചെയ്തു, ഭീകരമായിട്ടുള്ള ലോസിലോട്ട് പോയി. ഒരുപാട് ആൾക്കാരാണ് പോയത്. അപ്പോൾ ഞാനത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണമെന്ന് എന്തിനാ ഇങ്ങനെ ഇത് കാണിക്കുന്നത്? ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കെ, നമുക്കിപ്പം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയെ പറ്റി അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ ഇത്രയും ആക്രാന്തം ഇതിനകത്ത് കാണിക്കുമായിരുന്നു. ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ നമുക്കൊരു വൈഫൈയും അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ മൊബൈലിൽ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം സുതാര്യമായതുകൊണ്ടല്ലേ ഇപ്പോൾ എല്ലാവരും ഈ ഒരു അഹങ്കാരം കാണിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ, 1000 തവണ നിങ്ങളടുത്ത് പറഞ്ഞല്ലേ, നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത ദിവസങ്ങളിൽ മാറി നിൽക്കുന്നതിൽ എന്താ തെറ്റ്? ഞാൻ പേഴ്സണലി പറഞ്ഞല്ലോ, എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ച ട്രേഡ് ചെയ്യുന്നില്ല എന്ന്. ഞാനത് വ്യാഴാഴ്ച പറഞ്ഞ കേസാണ്. പിന്നെ എൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ വെള്ളിയാഴ്ച ദിവസം ഞാൻ ടെലഗ്രാമിൽ ഞാൻ ഇട്ടത്. നിങ്ങൾ എത്ര പേര് ട്രേഡ് ചെയ്തു, അത് ഭീകരമായുള്ള ലോസിലോട്ട് പോയോ എന്നൊക്കെ അറിയാം. കാര്യം, എനിക്ക് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ അത് പറയുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെന്നൊക്കെ എങ്ങനെ നോക്കിയാലും, ഇപ്പോൾ ടെക്നിക്കലി നോക്കിയാലും ഒരു ഭ്രാന്തമായുള്ള മൂവ്മെൻറ്റ് അത് കാണിച്ചത്. ഇനി ടെക്നിക്കൽ അങ്ങ് താത്തങ്ങ് വെച്ചത്. ഇനിയിപ്പോൾ ന്യൂസ് ബേസ് ആണെങ്കിലോ, RBI മോണിറ്ററിയുടെയോ കാര്യങ്ങളോ മറ്റേ റിപ്പോ റേറ്റിൻ്റെ കാര്യങ്ങളോ, ഇതെല്ലാം ഉച്ചയ്ക്ക് 2:30 ശേഷമല്ലേ റിസൾട്ട് വന്ന്. അപ്പോൾ അതിന് മുന്നേ ഉള്ള മൂവ്മെൻറ്റോ? അപ്പോൾ എന്തായാലും ചില സമയങ്ങൾ മാർക്കറ്റ് ഭ്രാന്തമായിട്ടുള്ള മൂവ്മെൻറ്റ് കാണിക്കും. അപ്പോൾ കൂടുതലും ആ ഭ്രാന്തമായിട്ടുള്ള മൂവ്മെൻറ്റ് കാണിക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അതുകൊണ്ടാണ് ഞാൻ വ്യാഴാഴ്ച എടുത്ത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ പറയേണ്ട കാര്യമുണ്ടോ?
ടെക്നിക്കലി ഇത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്രയും പ്രോഫിറ്റ് അടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ എന്തിനാണ് അത് പറയുന്നത്? നിങ്ങൾ വ്യാഴാഴ്ചത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ പറയുന്നുണ്ട്, ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ പ്രോഫിറ്റ് എടുക്കുന്നു, ഇത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ടെക്നിക്കൽ അനാലിസിസും അല്ലെങ്കിൽ ഏതൊരു രീതിയിലുള്ള ട്രേഡിംഗ് ആയാലും കംപ്ലീറ്റ്ലി ഇത് എപ്പോഴും വിജയകരമായിരിക്കും. ചില സമയങ്ങളിൽ മാർക്കറ്റിന് ഭ്രാന്തളവുമ്പോൾ നഷ്ടങ്ങൾ വരാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതെനിക്ക് നമുക്കൊരു അങ്ങനെ ഒരു ഫീലിംഗ് വരത്തില്ല. അവർ വന്ന സമയത്താണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതും വെള്ളിയാഴ്ച മാക്സിമം നിങ്ങൾ ട്രേഡ് ഒഴിവാക്കാനൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്ത്. പിന്നെ വന്നു, അത് ആലോചിച്ചിട്ട് വിഷമമില്ല. പിന്നെ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ഭീകരമായുള്ള ലോസ് വന്ന്, സാറേ ഇനി എനിക്ക് ട്രേഡ് ചെയ്യാൻ തന്നെ കൈവെക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകുമെന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. ആ ലെവലിൽ ലോസായ ആൾക്കാരുണ്ട്. ഞാനതിപ്പോൾ എന്തിനാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രോഫിറ്റ് അടിച്ച ആൾക്കാരായാൽ പോലും നിങ്ങളിത് മൈൻഡിൽ എപ്പോഴും വെച്ചേക്കുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ട്രേഡ് ചെയ്യാത്തൊരു ദിവസം ഏറ്റവും കൂടുതൽ നമ്മൾ ഇത്തരത്തിലുള്ള കെണിയിൽ പെടുന്ന എപ്പോഴാണെന്ന് പറയുക, നമ്മൾ ട്രേഡ് ചെയ്യാത്തൊരു ദിവസം ഈസി ഡേ ആയിരുന്നു, ബാക്കിയുള്ളവർ പ്രോഫിറ്റ് എടുത്തു വന്ന് അറിയുമ്പോഴത്തേക്ക് നമുക്ക് അയ്യോ നമ്മളിന്ന് മിസ് ചെയ്തല്ലോ. ഈ ഒരു മിസ്സിങ് ഇതാണ് നമ്മളെ കൊണ്ട് വീണ്ടും പിറ്റേ ദിവസമൊക്കെ ഡേഞ്ചർ ആയാലും പോയി ട്രേഡ് ചെയ്യാനൊക്കെ തീരുമാനം എടുപ്പിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പോയി എടുത്ത് ചാടി കൊടുക്കുന്നത്. ഞാൻ ഇതൊന്നും സത്യത്തിൽ സംസാരിക്കേണ്ട ടോപ്പിക്ക് മാത്രം സംസാരിച്ച് പോകാമെന്ന് വെച്ചാണ്. പക്ഷേ ഇപ്പം ഞാനിത് പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഇനിയും കുറേ ആൾക്കാർ പോയി ചാടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചില സമയങ്ങളിൽ നമ്മൾ മാറി നിൽക്കേണ്ട സമയങ്ങളുണ്ട്. നമുക്കൊരു ഐഡിയ ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ മാറി നിൽക്കുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല അതിനകത്ത്. സോ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക. പിന്നെ ഇപ്പോഴും ഞാൻ പറയുകയാണ്, തിങ്കളാഴ്ചത്തെ ദിവസം ഇങ്ങനെ ആയിരിക്കും മൂവ്മെൻറ്റ് എന്ന് നമുക്ക് എപ്പോഴും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും സ്റ്റിൽ ഞാൻ ക്ലൂലെസ് ആണ്. ഞാൻ വ്യാഴാഴ്ച പറഞ്ഞ അതേ കാര്യമാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. എനിക്കിനി തിങ്കളാഴ്ച ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ ഇപ്പോഴും പറയുന്നു. അത് മെയിനായിട്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് കുറച്ച് റെസ്പെക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള പോയിൻറ്റ്സ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ആ പോയിൻറ്റ്സ് നിങ്ങളെല്ലാവരും മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഏകദേശം ഒരു ഐഡിയ, ഒരു രൂപമൊക്കെ ഞാൻ തരാം. ഓപ്പൺ ഇൻട്രസ്റ്റിലോട്ട് ഞാൻ ഇന്ന് പോകണില്ല. കാര്യം ഇന്ന് കാണിച്ചേക്കുന്ന വെച്ച് ഇനി ഓരോരുത്തർ തിങ്കളാഴ്ച പോയി ട്രേഡ് എടുക്കും. അതുകൊണ്ട് അതിനകത്തോട്ട് ഞാനിന്ന് പോണതേ ഇല്ല. തിങ്കളാഴ്ച കഴിഞ്ഞതിന് ശേഷം അതിനകത്തോട്ടൊക്കെ പോവാം. അപ്പോൾ ഇനി ഫസ്റ്റ് ഞാൻ നിങ്ങളടുത്ത് ചാർട്ട് കാണിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് പുതിയൊരു അറിവായിരിക്കും, എനിക്കും എന്നിലുള്ള അറിവ് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആവും. അത്രേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ചാർട്ടിലോട്ട് കിടക്കാം. ഇതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ മന്ത്ലി വ്യൂ ആണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അതായത് ഡെയിലി ക്യാൻഡിൽ അല്ല, ഒരു 3 hour ക്യാൻഡിലാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഒരു മാസത്തെ കാര്യമാണ്. അതായത് സെപ്റ്റംബർ 1 എന്ന് പറയുന്നത് ഇവിടെ, സെപ്റ്റംബർ 30 എന്ന് പറയുന്നത് ഇവിടെ. ഓക്കെ, ഇതിൽ ഞാൻ നിങ്ങളടുത്ത് കഴിഞ്ഞ തിങ്കളാഴ്ച, ഓക്കെ, അതായത് ഇപ്പോൾ ഈ വന്ന തിങ്കളാഴ്ച ആയാലും കഴിഞ്ഞ വെള്ളിയാഴ്ച ആയാലും എല്ലാം ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എത്ര ആൾക്കാർക്ക് ഓർമ്മയുണ്ട് ഈ പോയിന്റ്? നിഫ്റ്റിയിൽ 17,727, ബാങ്ക് നിഫ്റ്റിയിൽ 38,483. എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഈ മാസം ക്ലോസ് ചെയ്യുമ്പോൾ നിഫ്റ്റി 17,700 താഴെ ആയിരിക്കും, ബാങ്ക് നിഫ്റ്റി 38,483 അല്ലെങ്കിൽ 38,500 മുകളിലായിരിക്കും. ഞാനിത് പറഞ്ഞ ഓർമ്മയുള്ള എത്ര ആൾക്കാരുണ്ട്? നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാര്യം നമ്മുടെ ആ വീഡിയോസ് കാണാത്ത ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്, നമുക്ക് കാര്യങ്ങൾ മുന്നേ കൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാവാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് ഓർമ്മയുണ്ട്? ഓർമ്മയുള്ള ഒരു മസ്റ്റായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതെന്താ ഞാൻ ഭജന നിർത്തിയിട്ട് പറഞ്ഞതാണോ? അല്ല. പക്ഷേ അവസാന സമയമായ വ്യാഴാഴ്ച ആയപ്പോഴത്തേക്ക് വെള്ളിയാഴ്ച ദിവസം ഇത് കയറി അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യും. അതായത് 30-ാം തീയതി 38,500 മുകളിൽ ക്ലോസ് ചെയ്യുമെന്ന് എന്തായാലും ഞാൻ അതിന് മുൻപേ പറഞ്ഞിട്ടുള്ള കേസാണ്. മാർക്കറ്റ് ഇറങ്ങി വന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ക്ലൂലെസ് ആവും. നമ്മൾ അത്തരത്തിലുള്ള ദിവസങ്ങളിലാണ് ഞാൻ കണിക്കശായിട്ട് ഇതിന് മുമ്പുള്ള ദിവസങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷെ അതിനുശേഷം അമേരിക്കൻ മാർക്കറ്റും കാര്യങ്ങളും ഒരു സപ്പോർട്ടും നമുക്ക് തരുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ മാർക്കറ്റ് എത്തിയപ്പോൾ പിന്നെ എനിക്ക് അതിനകത്ത് കോൺഫിഡൻസ് ഇല്ല. പക്ഷേ സ്റ്റിൽ നമ്മുടെ ആ ഒരു ആൻറ്റിസിപ്പേഷൻ അത് വിജയിച്ചെന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് നമ്മളെ പേടിപ്പിക്കുന്ന പല രീതിയിൽ മൂവ്മെൻറ്റ് നടക്കും. അതുകൊണ്ടാണ് പറയുന്നത് നമുക്കൊരു ലോങ്ങർ വ്യൂ എപ്പോഴും വേണമെന്ന് ഞാനൊരു 1000 തവണ പറയുന്നത്.
അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മാസം ആദ്യം കഴിഞ്ഞ് നമ്മൾ ഇവിടേക്ക് എത്തി മാർക്കറ്റ് ഇങ്ങോട്ട് ഇറങ്ങി വന്ന സമയത്തെ നമ്മൾ പറഞ്ഞു, മാർക്കറ്റ് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഈ മാസം ക്ലോസ് ചെയ്യുന്നെങ്കിൽ 32,500 മുകളിലായിരിക്കും ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അത് 17,700 താഴെയായിരിക്കും ക്ലോസ് ചെയ്യുന്നതെന്നുള്ളത്. സോ അതൊക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ അനാലിസിസും കാര്യങ്ങളുമാണ്. പക്ഷേ ആ ഒരു അനാലിസിസിനിടയിൽ നമുക്ക് പേടിപ്പിക്കുന്ന മൂവ്മെൻറ്റുകൾ നടക്കാം, അതിൽ നമുക്ക് ടെൻഷൻ ആവേണ്ട. പക്ഷേ നമുക്ക് ഭ്രാന്തമായിട്ട് പേടിപ്പിക്കുന്ന മൂവ്മെൻറ്റ് പോലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കൊരു രീതിയിലും ക്ലൂ തരാത്ത ചില മൂവ്മെൻറ്റുകൾ വരും. അത്തരത്തിലുള്ള മൂവ്മെൻറ്റിൽ നമുക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞ് മാറി അങ്ങ് നിൽക്കണം. അപ്പോൾ എനിക്ക് വ്യാഴാഴ്ച ദിവസം കഴിഞ്ഞ് വെള്ളിയാഴ്ച ദിവസത്തിനെ പറ്റി ഒരു ഐഡിയ എനിക്കില്ല. സോ എനിക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നു, അതിലെന്താ തെറ്റ്? സോ ഇനി നെക്സ്റ്റ് മന്ത് വരട്ടെ, അത് നമുക്ക് നേരിട്ട് സംസാരിക്കാം. സോ ഇനി നെക്സ്റ്റ് മന്ത് വരട്ടെ, നെക്സ്റ്റ് മന്ത് ആവട്ടെ, നെക്സ്റ്റ് വീക്ക് ആവട്ടെ, രാവിലത്തെ ഒരു പൾസ് അറിയട്ടെ, തിങ്കളാഴ്ച രാവിലത്തെ ഒരു പൾസ് അറിയട്ടെ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ യുക്തി അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാതെ ഒന്നും അറിഞ്ഞുകൂടാതെ എനിക്ക് ഇത്രയും ദിവസം ഞാൻ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് നാളെ ഞാൻ പറയുന്നത് ശരിയാക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. നമ്മളെല്ലാം മനുഷ്യരാണ്, ജസ്റ്റ് മനുഷ്യരാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കട്ടിക്കണക്കിന് കാശ് വേണം, പോട്ടെ ഒരു കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 5 ലക്ഷം രൂപയ്ക്ക് റിസ്ക് എടുക്കാം. 1 കോടി രൂപ നമ്മളതിൽ ഉണ്ടെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് റിസ്ക് വെച്ചിട്ട് പോട്ടെ, 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് റിസ്ക് എടുക്കാം. നേരെ മറിച്ച് 1 ലക്ഷം രൂപ ക്യാപിറ്റലായിട്ട് ചെയ്യുന്നവർ അങ്ങനെ റിസ്ക് എടുക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ നമ്മൾ മാറി നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇതാണ് ഞാൻ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. എനിക്ക് വരെ കൺഫേം ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു 1000 തവണ പറഞ്ഞ കേസാണ് ഇതിൻ്റെയൊക്കെ മുകളിലേ ക്ലോസ് ആകത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വെള്ളിയാഴ്ച രാവിലെ എണീച്ച് എനിക്ക് ട്രേഡ് എടുത്തിട്ട് ഇരുന്നാൽ പോരെ. പക്ഷേ എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ വ്യാഴാഴ്ച ദിവസം ക്വിറ്റ് ചെയ്തത്. ഈ ആഴ്ച ഞാൻ ട്രേഡ് ചെയ്യില്ല, ഇനി തിങ്കളാഴ്ചയുള്ള പരിപാടി. ഓക്കെ, അപ്പോൾ അത് ഞാനിത് എന്നെ പൊക്കി പറയുമോ, എന്നെ അങ്ങ് ഞാൻ സൂപ്പറാന്ന് പറയുമല്ല, നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ആവണമെന്ന് ഞാൻ പറയുകയാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ വീഡിയോ കണ്ടിട്ടോ ഉള്ള കേസല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ആ ചാർട്ടിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ മാറി നിന്നേക്കുക, പിറ്റേ ദിവസം നോക്കാമല്ലോ. നമുക്ക് ഐഡിയ ഇല്ലാത്ത ദിവസം മാറി നിൽക്കുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. എനിക്കറിയാം, ഞാൻ ഇതേ കാര്യം ഈ വീഡിയോയിൽ ഇപ്പം 15 തവണയെങ്കിലും പറഞ്ഞു, പക്ഷേ നിങ്ങളുടെ തലയിലോട്ട് കയറാനായി പറഞ്ഞിരുത്. സോ ഇനി ഞാൻ തിങ്കളാഴ്ച ദിവസം ഏതൊക്കെ പോയിന്റ് റെസ്പെക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഒന്ന് സംസാരിക്കാം. അതിനുശേഷം അവസാനം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം, അതും കൂടെ മസ്റ്റായിട്ട് നിങ്ങളെ ചെവിയിൽ വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ തിങ്കളാഴ്ച ദിവസം നമുക്ക് നിഫ്റ്റിയുടെ മുമ്പിലോട്ട് വരാം. അപ്പോൾ നിഫ്റ്റിയിൽ ഈ സ്കൈ ബ്ലൂ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ നാളത്തെ ദിവസത്തെ CPR, അതായത് തിങ്കളാഴ്ച ദിവസത്തെ CPR ആണ്. അത് വൈഡാണെന്നുള്ളതിൽ ആർക്കും ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. കാര്യം അത്രത്തോളം ഹ്യൂജ് മൂവ്മെൻ്റ് ആയിരുന്നു നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും. സോ എന്തായാലും ഒരു വൈഡ് CPR ആയിരിക്കും. മണി സോൺ എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലേ വരും. കാര്യം എന്തുകൊണ്ടാണ്? അവസാനത്തെ ഒരു മണിക്കൂറിലാണ് ഒരു ഏരിയയിൽ കിടന്ന് കുറച്ച് നേരമെങ്കിലും ഒന്ന് കളിച്ചത്, അത് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും. സോ ഒരു ഗ്യാപ്പിൻ്റെ ബോർഡറിലുപരി ഞാൻ മിനിമൈസ് ചെയ്യാം. ഇതാണ് ഇവിടുന്ന് ഒരു സെൽ ഓഫ് വന്നിട്ടുണ്ടായിരുന്നു, അതേ പോയിന്റിൽ നിന്നാണ് ഇന്നലത്തെ ദിവസം സെൽ ഓഫ് വന്നത്. സോ സ്റ്റിൽ ആ ഗ്യാപ്പ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം നിഫ്റ്റിയുടെ മുകളിൽ ഇനി ഒരു മാന്യമായുള്ള ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൻ്റെ മുകളിൽ ഒരു വെർജിൻ CPR ഉണ്ട്. പിന്നെ ഈ പോയിന്റ് ഞാൻ അഗെയിൻ തിങ്കളാഴ്ചത്തെ ദിവസം മാത്രം ഞാൻ പറയുകയാണ്, 17,379 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് തിങ്കളാഴ്ച ദിവസം എന്തായാലും റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയൊന്ന് കൂടുതലുണ്ടെന്ന് എൻ്റെ മനസ്സ് ഇപ്പം പറയുന്നു. ബാക്കി അപ്പോൾ ഞാനത് നിങ്ങൾ ആ ഒരു സമയത്ത് OI നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട, OI നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഉറപ്പായിട്ടും ഈ ഒരു പോയിന്റ് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതിനുശേഷം മുകളിലോട്ട് സെൽ ഓഫിന് 17,600, അങ്ങോട്ടൊന്നും എന്തായാലും തിങ്കളാഴ്ച പോകത്തില്ല. കാര്യം ഇപ്പോൾ 100 നിൽക്കുന്നതല്ലേ ഉള്ളൂ, 500 പോയിന്റ് മൂവ്മെൻറ്റ് എന്തായാലും മുകളിലോട്ട് നടക്കില്ല. പിന്നെ താഴോട്ടുള്ളതാണെങ്കിൽ 16,884 നമുക്കറിയാം 200 EMA നിൽക്കുന്നൊരു ഇതാണ് ഏരിയ ആണ്, അത് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇതെല്ലാം നമുക്കിപ്പോൾ ഇങ്ങനെ പറഞ്ഞു മാറാനല്ലേ പറ്റൂ. ഇതിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടണം. ശരിയാ, നാളത്തെ ദിവസം ഇന്ന തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് ആയിരിക്കണമെന്ന് നമുക്ക് പറഞ്ഞ് കിട്ടണമെങ്കിൽ അതിന് കുറച്ചുകൂടെ ഡീറ്റെയിൽസും കുറച്ചുകൂടെ ഡേറ്റാസും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആ ഡേറ്റയൊന്നും ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടാത്തതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു രീതിയിലുള്ള ക്ലാരിഫിക്കേഷനും തരാൻ പറ്റത്തില്ല. തിങ്കളാഴ്ച ഈവനിങ് മുതൽ എനിക്ക് വീണ്ടും അടുത്ത മാസത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും ഒക്കെ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈ പോയിൻ്റൊക്കെ ഞാനിപ്പോൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്തേക്കാം. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിലോ സെയിം അതുപോലെ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ മുകളിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ആ ഗ്യാപ്പിൻ്റെ ബോർഡർ തന്നെ നിങ്ങൾക്കൊരു സെല്ലിംഗ് സോണായിട്ട് ഇവിടെ പ്ലോട്ട് ചെയ്യാം. കാര്യം നിങ്ങൾ ബാക്കിലോട്ട് അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും
ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുന്ന് ഒരു ഹ്യൂജ് ക്യാൻഡിൽ, അന്നത്തെ ദിവസം നല്ല റെഡ് ക്യാൻഡിലാണ്, ഡെയിലി ക്യാൻഡിൽ വൈസ് നോക്കുവാണെങ്കിലും നല്ലൊരു ബേറിഷ് മൂവ്മെൻറ്റ് നടന്നൊരു ദിവസമായിരുന്നു ഈ ഗ്യാപ്പ് ബോർഡർ എന്ന് പറയുന്നത്. സോ അവിടെ ഞാനൊരു സെല്ലിംഗ് സോണായിട്ട് ഇവിടെ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 39,399 എന്ന് പറയുന്നത് മാന്യമായുള്ള ലെവലാണ്. പിന്നെ അങ്ങോട്ട് വെർജിൻ CPR കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഓയും കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് ക്ലബ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം അതിനനുസരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്, ട്രേഡ് എടുക്കാൻ പറ്റും. പക്ഷേ ഇതിനെല്ലാം ഉപരി വേണമെന്ന് പറഞ്ഞാൽ അന്നത്തെ ഡേ എങ്ങനത്തെ ഡേ ആയിരിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റുന്നില്ലയോ, ട്രേഡ് ചെയ്യുന്ന മാറി നിൽക്കുക. അങ്ങനെ പറ്റുന്നെങ്കിൽ മാത്രം തിങ്കളാഴ്ച ദിവസം കൂടെ ട്രേഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും ഒരു ദിവസം കൂടെ മാറി നിന്ന് കഴിഞ്ഞാൽ തിങ്കളാഴ്ച വൈകിട്ട് മുതൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ ഈ പറഞ്ഞ പോയിൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഞാനിപ്പോൾ ടെലഗ്രാമിൽ ഇട്ടേക്കാം. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് തിങ്കളാഴ്ച ദിവസം കൂടെ നിങ്ങൾ വളരെ ഉറപ്പുണ്ടെങ്കിലേ കയറാവുള്ളൂ എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നാളത്തെ ദിവസം നമുക്ക് വർക്ക്ഷോപ്പാണ്, നമ്മുടെ 11th ബാച്ചിൻ്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളും റൺ ചെയ്യുവാണ്. അവർക്ക് തന്നെ പിറ്റേ ദിവസം ലൈവ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ടെലഗ്രാമിൽ നമ്മൾ അന്നത്തെ ദിവസം അവൈലബിൾ ആയിരിക്കില്ല. കാര്യം നമ്മൾ അവരുടെ കൂടെ ആയിരിക്കും. ഈ ബാച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് അവരുടെ കൂടെ ലൈവ് മാർക്കറ്റിലിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കലായിരിക്കും നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ടെലഗ്രാമും കൂടെ ഹാൻഡിൽ ചെയ്യൽ പാടാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ വ്യൂവും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോൾ നമുക്ക് അവരെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. സോ ആ ഒരു ദിവസം കൂടെ എഗെയിൻ ഞാൻ പറയാണ്, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ആ ദിവസത്തിനെ പറ്റി കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ട്രേഡ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്ത് ഇനിഷ്യൽ ബാലൻസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ പോയിന്റിൽ വരുമ്പോൾ അതിന് ആനുപാതികമായിട്ട് OI ക്ലബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ട്രേഡ് എടുക്കുക. അതായിരിക്കാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും പറയാണ്, ഇതേ കാര്യങ്ങളൊക്കെ പോലെ നിങ്ങളെ കാലും കൈയും പിടിച്ച് ഞാൻ വ്യാഴാഴ്ചയും പറഞ്ഞതാണ്. നിങ്ങൾ ഒരുപാട് പേര് കേൾക്കാത്തവർ ഒരുപാട് പോയി ട്രേഡ് എടുത്തു. അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങളിപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്. ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുത്തവരാണെങ്കിൽ വളരെ നല്ല കാര്യം. അപ്പോൾ തിങ്കളാഴ്ചത്തെ കേസും ഞാൻ പറയാണ്, ഒരു ഐഡിയ നമുക്ക് എപ്പോഴും വേണം. പിന്നെ വീണ്ടും ഞാൻ പറയാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടാനായിട്ട് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും നിങ്ങൾ ഡെയിലി ക്യാൻഡിലാക്കുക. ഡെയിലി ക്യാൻഡിലാക്കിയിട്ട് രണ്ടും ഒന്ന് എടുത്ത് വെച്ച് ഇപ്പം എവിടാണോ നിൽക്കുന്നത് എന്നൊന്ന് നിങ്ങൾ നോക്കുക. ഞാൻ അതൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ കാണിക്കാമെന്നല്ല, ഞാൻ കാണിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ, അത് കാണിച്ചിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു വ്യൂ പറയണം, അതിനനുസരിച്ച് നിങ്ങൾ പോയി എടുക്കണം. എന്തിനാ വെറുതെ? അതുകൊണ്ടാണ് ഞാനതിപ്പോൾ കാണിക്കാത്തത്. ഞാൻ തിങ്കളാഴ്ച മുതൽ അത് കാണിച്ചോളാം. നിങ്ങൾ സ്വന്തമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കാം. ഡെയിലി ക്യാൻഡിൽ പ്ലോട്ട് ചെയ്യുക, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും. അതിനുശേഷം നിങ്ങൾ സമാധാനപരമായിട്ട് അത് രണ്ട് നിൽക്കുന്ന പോയിന്റ് ഒന്ന് നോക്കുക. ഇപ്പോൾ മാന്യമായുള്ള നല്ലൊരു ഗ്രീൻ ക്യാൻഡിലായിരിക്കും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്താണെന്ന് നോക്കുക. അടുത്തതൊരു ഹ്യൂജ് ക്യാൻഡിൽ വരുമോ അതോ ഒരു ബിറ്റ് കൺസോൾട്ടേഷന് സാധ്യതയുണ്ടോ, നിങ്ങളുടെ മനസ്സ് എന്ത് പറയുന്നു എന്നുള്ളത് നോക്കുക. ആ ഒരു ലോങ്ങർ വ്യൂ വെച്ചതിന് ശേഷം തിങ്കളാഴ്ചത്തെ ദിവസത്തെ ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾ നോക്കുക. ആ തിങ്കളാഴ്ചത്തെ 1 മണിക്കൂർ നോക്കിയതിന് ശേഷം ആ പൾസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ പോയിന്റിലോട്ട് പോവുക. ആ പോയിന്റിലോട്ട് പോയതിന് ശേഷം ഓയായിട്ട് ക്ലബ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു രൂപ ഞാൻ പറഞ്ഞു തന്നു. ക്ലിയർ കട്ടായിട്ട് കൂടുതൽ ഞാൻ പറഞ്ഞ് ഇതാവുന്നില്ല. പിന്നെ അതിൽ നിങ്ങൾ ഓവർ വിശ്വസിച്ച് പോകും. അതിൽ നല്ല സ്വന്തമായിട്ടുള്ള അനാലിസിസ് നടത്തുകയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. വെള്ളിയാഴ്ചത്തെ ദിവസം ലോസ് അടിച്ചാൽ ഒരുപാട് വിഷമമുണ്ട്. കാര്യം ഞാൻ അത്രത്തോളം നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞതായിരുന്നു ആ ട്രേഡ് ഒഴിവാക്കാൻ. പിന്നെ പ്രോഫിറ്റ് ആ ഒരു മാർക്കറ്റിൽ അടിച്ചവരുണ്ടെങ്കിൽ വളരെ സന്തോഷം. അപ്പോൾ ഇനിയും നിങ്ങളും നോക്കിയൊക്കെ കാര്യങ്ങൾ ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തിയാണ്. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നാളത്തെ ഒരു ദിവസം ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് നാളെയും മറ്റന്നാളും ഒന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വേറെ ദിവസം വേണമെങ്കിലും എന്നോട് സംശയം ചോദിക്കും. കാര്യം നാളെ മറ്റന്നാൾ കംപ്ലീറ്റ്ലി നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പ് ബാച്ചിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ദിവസങ്ങളാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തിയാണ്. നന്ദി, നമസ്കാരം.